ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ടുഡേയ്സ് മെസ്സേജാണ്. ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് പൈൽ സെലക്ഷൻ നടത്താം. താങ്ക് യു. താങ്ക് യു. ഫസ്റ്റ് വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സെക്കൻഡ് വന്നിട്ട് 10 ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഈ ഒരു ദിവസം വന്നിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മോർണിംഗ് ടൈം നിങ്ങൾക്ക് ഒത്തിരി ഫേവറബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേരോട് നിങ്ങളുടെ ബോഡി കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ്, എന്തെങ്കിലുമൊക്കെ അലർജീസ് വരാതിരിക്കാനായിട്ട് നിങ്ങളുടെ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 തീരുമാനങ്ങൾ ചിലപ്പോൾ ഈ ഒരു ദിവസം എടുക്കേണ്ടി വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇന്നർ പവറിൽ കുറേ കൂടെ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ചാലഞ്ച് മറികടക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഈ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1. പൈൽ നമ്പർ 1. Three of Swords, 9 of Swords, Knight of Pentacles. Okay, 2 of Swords, the Tower, the Emperor. ഈ ഒരു ദിവസം നിങ്ങളുടെ എനർജി ഒന്ന് ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്താനായിട്ടും നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ 3 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ട് പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എനർജി ലോ ആകുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ എനർജി ലോയിലോട്ട് പോവുക, ഒരു ടവർ മൂവ്മെൻറ്റിലോട്ട് പോവുക, ആ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കാതെ വരിക. ഓക്കെ, ആ ഒരു ചാലഞ്ച് കുറച്ച് പേർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് നിങ്ങളുടെ സ്റ്റെബിലിറ്റിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ദിവസം വന്നിട്ട് നിങ്ങളുടേതായ ആ ഒരു ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ അത് ട്രസ്റ്റ് ചെയ്യാനായിട്ട്, ഓൾറെഡി ഇവിടെ ഞാൻ പറഞ്ഞതാണ്, അത് ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് ആ ബാലൻസിലിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ തന്നെ ചിയർ ലീഡർ ആകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എനർജി എപ്പോഴെല്ലാം ലോ ആകുന്നുണ്ടോ നിങ്ങളെ കുറച്ചൊന്ന് ചിയർ ചെയ്യാനായിട്ട്, ആ ഒരു പോസിറ്റീവ് എനർജിയിലോട്ട് ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അഡ്വൈസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, അങ്ങനത്തെ എനർജി വരുന്നുണ്ടെങ്കിലും കുറേ കൂടെ നിങ്ങളുടെ ഡിസിഷൻസ് സ്വയം എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പവർ ഇവിടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സെൽഫ് സഫിഷ്യൻസി, ആ ഒരു നിങ്ങളിൽ തന്നെ, നിങ്ങളുടെ ആ ഒരു സെൽഫിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി ഫേവർ ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു ദിവസം വന്നിട്ട് അതുപോലെ തന്നെ ഒത്തിരി ഡിവൈൻ സപ്പോർട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു 9 ഓഫ് സോഡ്സ് വന്നിട്ട് സോറോസ് ആണ്, ഒത്തിരി കൺഫ്യൂഷൻ്റെ എനർജീസാണ്. അപ്പോൾ നിങ്ങളിൽ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അതിൽ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ ആ ചാലഞ്ചസ് കുറേയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് നിങ്ങളിവിടെ ഡിവൈൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. മെയിനായിട്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ഒത്തിരി സപ്പോർട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ,
കുറച്ച് പേർക്ക് നിങ്ങളുടെ ആ ഒരു യുണീക്കായിട്ടുള്ള പേഴ്സണാലിറ്റി, എല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള പോസിറ്റിവിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു യുണീക്ക്, നിങ്ങൾക്ക് മാത്രം അർഹമായിട്ടുള്ള ആ ഒരു യുണീക്ക് പേഴ്സണാലിറ്റി അത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും നിങ്ങളെ ഈ ഒരു ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന നോളേജ് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക. നിങ്ങൾ ആരോടാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മാസ്റ്ററി ചെയ്യേണ്ടത് ഈ ഒരു എംപററിൻ്റെ എനർജിയാണ്. എത്രയൊക്കെ സിറ്റുവേഷൻ വന്നാലും നിങ്ങളുടെ പവർ മനസ്സിലാക്കുക, സ്ട്രോങ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, എത്രയൊക്കെ കാര്യങ്ങൾ തളർത്താനായിട്ട് ശ്രമിച്ചാലും അവിടെ നിന്ന് മുന്നോട്ട് പോകുക. കുറച്ചും കൂടെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഹയർ പവറിനെ, ഡിവൈൻ പവറിനെ ട്രസ്റ്റ് ചെയ്യുന്നതും നിങ്ങളെ ഒത്തിരി പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് ഈ ഒരു ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഫൈനലായിട്ടുള്ള മെസ്സേജസ് നോക്കാം. ഫയൽ നമ്പർ 1. താങ്ക് യു. ഇവിടെ വന്നിട്ട് യുവർ ബോഡി നെവർ ലൈസ്, ട്രസ്റ്റ് യുവർ ട്രൂത്ത്. അഗെയിൻ ആ ഇന്നർ നോയിങ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് നൽകുന്നുണ്ട്, എന്തെങ്കിലും ഗട്ട് ഫീലിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ സത്യത്തിൽ ഉറച്ചു നിൽക്കാനായിട്ടും ഈ ഒരു ദിവസം പറയുന്നുണ്ട്. യുവർ ഡയറ്റ് ഇസ് നോട്ട് ഓൺലി വാട്ട് യു ഈറ്റ്. അഗെയിൻ ആ ഒരു ബോഡി ടേക്ക് കെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡയറ്റ് പെട്ടെന്ന് ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അലർജി, ഇൻഫെക്ഷൻ, ഓക്കെ, അതെല്ലാം കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക. ഓക്കെ, ബ്ലെസ്സിങ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ബ്ലെസ്ഡ് ആണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഗൈഡൻസ് യൂണിവേഴ്സിൽ നിന്നിട്ട്, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൽ നിന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു എനർജി ട്രസ്റ്റ് ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങൾക്കുള്ള എഫർമേഷൻ എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 1ൻ്റെ എഫർമേഷൻ എന്താണ്? ഐ ആം വർത്തി ഓഫ് ലവ് ആൻഡ് റെസ്പെക്റ്റ്. കുറച്ച് പേർക്ക് ഈ എനർജിയാണ്. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന, നിങ്ങളുടെ പ്രോഗ്രസ് സ്ലോ ചെയ്യുന്ന കാര്യങ്ങളോട് നിങ്ങൾ നോ പറയാനായിട്ട് ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വർത്ത്, മൂല്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്നേഹം കിട്ടാത്ത, റെസ്പെക്റ്റ് കിട്ടാത്ത ആ എനർജീസിനോട് നിങ്ങൾ നോ പറയാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 10 ഓഫ് കപ്സ് വന്നിട്ട് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഹാപ്പിനെസ്സിൻ്റെ, സന്തോഷത്തിൻ്റെ, ഫാമിലിയുടെ ആ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെ, ഓക്കെ, ഡിവൈൻ യൂണിയൻ്റെ ഒക്കെ എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് ഈ ഒരു എനർജിയിലോട്ട് ടാപ്പിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ, ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങളിൽ കുറേ കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ഇന്ന് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും, ഇത് കുറച്ച് പേർക്ക് പാസ്റ്റിലെ എനർജീസ് ആയിരിക്കാം, പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ ജഡ്ജ്മെൻറ്റ് എനർജി, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ഹീൽ ചെയ്യാനായിട്ട്, ഓക്കെ, കുറച്ചും കൂടെ ശ്രമിക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താം, എങ്ങനെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റിലോട്ട് ചേഞ്ച് ചെയ്യാം, അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒത്തിരി അൺലിമിറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യലും ഉണ്ട് ഇന്നത്തെ ദിവസം വന്നിട്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഫാമിലി ഗെറ്റ് ടുഗദറും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
ഫാമിലി ആയിട്ടുള്ള റിയൂണിയൻ, പാരൻസിനെ മീറ്റ് ചെയ്യുക, ഓക്കെ, ആ ഒരു എനർജിയും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 2. Six of Wands, 10 of Wheel, നമ്പർ 10 ആണ് വന്നേക്കുന്നത്. Queen of Swords, 13, Death and Rebirth, Ace of Wands, 5 of Cups. ഇന്നത്തെ ദിവസം വന്നിട്ട് 6 of Wandsൽ വന്നിട്ട് വിക്ടറിയുടെ എനർജിയാണ്, സക്സസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒത്തിരി പാഷൻ, ഒത്തിരി ലൈം ലൈറ്റ്, ഓക്കെ, അതെല്ലാം ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ റിയാലിറ്റിയിൽ വന്നിട്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സാഡ്നെസ് ഉണ്ടാകാം. ഇത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നില്ല, ഒരു പരിഗണന ലഭിക്കുന്നില്ല, ആ ഒരു എനർജി നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാം. കുറച്ച് പേർക്ക് എഗെയിൻ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റിലെ ആ ഒരു എനർജി ആയിരിക്കാം, പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ ജഡ്ജ്മെൻ്റലായിട്ടുള്ള എനർജി ആയിരിക്കാം. അപ്പോൾ അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇഷ്യൂ ഇവിടെ എൻഡ് ചെയ്തിട്ട് ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ആയിരിക്കാം എന്തെങ്കിലും ഒരു ബ്ലോക്കേജ്, ഒരു സ്ലോ ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ആലോചിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ് കൊണ്ടുവരുന്ന, പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് എഗെയിൻ ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങളെ ഇവിടെ ഒരു കൂട്ടിൽ അടച്ചിട്ട ആ ഒരു കിളിയുടെ ആ ഒരു ഫീലിംഗ്, ഓക്കെ, ആ ഒരു ഇമോഷണൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രീഡത്തിലോട്ട്, ഓക്കെ, കുറച്ചും കൂടെ ആ ഒരു ട്രാപ്പിൽ നിന്ന് മുന്നോട്ട് കടക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ ആ ഒരു എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ പവറിൽ, നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് മിറാക്കിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, ഒത്തിരി പവർ ഉണ്ട്. അതെഗെയിൻ ആ ഒരു കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ഇത് നിങ്ങളോട് തന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇന്നത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ബാക്കിലും കണ്ടോ 2 of Pentacles ആണ്. നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഇന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ ദ വീൽ വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ഇമോഷണൽ എനർജി ആയിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഇമോഷണൽ എനർജി ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായിരിക്കാം ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഫിയർ ആയിരിക്കാം, ആങ്സൈറ്റി ആയിരിക്കാം, ഓക്കെ, സ്റ്റേജ് ഫിയർ ആയിരിക്കാം, മുന്നോട്ട് വരാനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അഫർമേഷൻസ് പറയുന്നത് നിങ്ങളെ കുറച്ചും കൂടെ ചിയർ ചെയ്യുന്നത്, നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, വേറെ എന്ത് മെസ്സേജസ് ആണുള്ളത് നോക്കാം. പായൽ നമ്പർ 2. ഇവിടെ വന്നിട്ട് ലിവ് ആൻഡ് ലെറ്റ് ലീവ്. ഓക്കെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ആ ഒരു അവസരം കൊടുക്കാനായിട്ടാണ് കുറച്ച് പേരോട് പറയുന്നത്. ഐ ആം നോട്ട് ദ വിക്ടിം, ആ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കുറവുകളുണ്ട്, എനിക്ക് സ്നേഹം ലഭിക്കുന്നില്ല, ഓക്കെ, അങ്ങനത്തെ എനർജി നിങ്ങൾ തരണം ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, വെയിറ്റ് ഫോർ ദ ഫ്രൂട്ട് ടു റൈപ്പൺ. ഓക്കെ, ഇവിടെ വന്നിട്ട് കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായിരിക്കാം എഗെയിൻ ഇവിടെ സ്ലോ ചെയ്യുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു എനർജി വന്നിട്ട്.
അപ്പോൾ കുറച്ചും കൂടെ പേഷ്യൻസോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഗെയിൻ പറഞ്ഞ പോലെ തന്നെ എൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകാം. താങ്ക് യു. You are being helped. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങൾ ഓവറായിട്ട് മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് കുറച്ചും കൂടെ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് മാറാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓപ്പർച്യൂണിറ്റി ഫോർ ക്ലോഷർ. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ക്ലോഷർ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ എൻഡിങ് എന്തുകൊണ്ടിട്ടാണ് അത് എൻഡ് ചെയ്തത്, അതിൻ്റെ പിന്നിലുള്ള റീസൺസ് എന്തൊക്കെയാണ്, ഓക്കെ, അത് നിങ്ങൾ കുറച്ച് പേര് ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു ക്ലോഷറിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലുമൊക്കെ ഗ്രീഫ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്, ക്ലോഷർ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ സോൾ ഗ്രോത്തിന് ഒരു ബ്ലോക്കായിട്ട് നിൽക്കുന്നത്, എന്തെല്ലാം ബിലീഫ് സിസ്റ്റമാണ് ഞാൻ റിലീസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയിൽ ഒരു ക്ലോഷർ, ഒരു എൻഡിങ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് അതിന് ഒരു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അത് ഫാമിലി, ഫ്രണ്ട്സിൽ നിന്നിട്ട്, നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഉറപ്പുള്ളവരോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് വന്നിട്ട് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പാണ്. ഓക്കെ, അത് നേടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സോള് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, പതുക്കെ പതുക്കെ ഹീൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹെൽത്ത് കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.